കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ നെന്മാറ നിയോജക മണ്ഡലത്തിൽ CMP ആണ് മത്സരിച്ച് വരുന്നത്. ഇത്തവണ അത് കോൺഗ്രസിന് വേണമെന്ന ആവശ്യം ജില്ലയിലെ നേതാക്കൾ പറയുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ എൽദോയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഈ നെന്മാറയിൽ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നിങ്ങളൊക്കെ അവകാശപ്പെടുന്നത്? അത്തരം അവകാശവാദത്തിനപ്പുറത്ത് പാലക്കാട് ജില്ലയിലെ സംഘടനാപരമായിട്ട് കോൺഗ്രസ്സിന് വലിയ ബേസുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നെന്മാറ എന്ന് പറയുന്നത്. ഇവിടെ 10 വർഷക്കാലം ബഹുമാനായ കെ ചന്ദ്രേട്ടൻ MLA ആയിരുന്നു ഈ 2006 വരെ. അതിനുശേഷം 2011 നടന്ന തെരഞ്ഞെടുപ്പിലും 2021 നടന്ന തെരഞ്ഞെടുപ്പിലാണ് CMPക്ക് ഈ സീറ്റ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ നാട്ടിൽ മത്സരിക്കണമെന്നും ജയിക്കുവാനുള്ള എല്ലാ സാഹചര്യവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടിംഗ് പാറ്റേണും കണക്കൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം CMP വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ആവശ്യങ്ങൾ ജെന്യുവനാണ്. അത്തരം കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞങ്ങളിവിടെ ഈ 10 പഞ്ചായത്തിനകത്തും കോൺഗ്രസിൻ്റെ ഒരു പൊതുവായ വികാരം സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നുള്ളതാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാവുന്നതാണ്. മുന്നണിയും പാർട്ടിയും അത്തരം ഒരു തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും. നിയമസഭ വന്നു കഴിഞ്ഞാൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, ഞങ്ങളങ്ങനെ ഒരു വ്യക്തിപരമായിട്ടല്ല. ഞങ്ങൾ കഴിഞ്ഞ 2006 ശേഷം 20 വർഷക്കാലം പോരാടി ഈ നാട്ടിൽ നിന്നവരാണ്. രാഷ്ട്രീയമായിട്ട് വല്ലാത്ത ഫൈറ്റ് നടത്തിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് എല്ലാ പഞ്ചായത്തിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു MLA വേണമെന്നുള്ളൂ. ഇപ്പോഴും 20 വർഷം മുമ്പ് കെ ചന്ദ്രൻ MLA ആയിരുന്ന സമയത്ത് ഈ നാട്ടിൽ ചെയ്ത അടയാളപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. എന്തായാലും നെന്മാറയിൽ നിന്ന് ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഇത് സംബന്ധിച്ച് ഈ ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാം തന്നെ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.